എന്തുകൊണ്ട് സ്ഥാനാർത്ഥികൾ വരുന്നില്ല? ചോദിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിയുടെ അണികളാണ്. സംസ്ഥാനത്തെ 4 ലോക്സഭാ സീറ്റുകളിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ഇനിയും ആകാത്തത്. എൽ.ഡി.എഫും യു.ഡി.എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു. 4 മണ്ഡലങ്ങളിലും സാധാരണ രീതിയിലുള്ള പ്രചാരണമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് ബി.ജെ.പി പ്രവർത്തകർ. കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് സീറ്റുകളിലാണ് ഇനി ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അവസരം നൽകാനാണ് സീറ്റുകൾ പലതും ഒഴിച്ചിട്ടതെന്നാണ് സൂചന. ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിലും പാർട്ടിക്കുള്ളിൽ അമർഷവും അസ്വസ്ഥതയും പുകയുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിലെ കൺവെൻഷനിൽ മുതിർന്ന നേതാവ് സി.കെ. പത്മനാഭനെ ഒഴിവാക്കി പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടകയാക്കിയതിലും ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. 2ാം ഘട്ട പട്ടികയിൽ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചിരുന്ന പ്രവർത്തകരും നിരാശയിലാണ്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ സെക്രട്ടറി ബി ഗോപകുമാർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ. എറണാകുളത്ത് മേജർ രവിയോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടെന്നാണ് സൂചന. ആലത്തൂരിൽ 1ലധികം പേരുകൾ പരിഗണനയിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റേതാണ് അന്തിമ വാക്കെന്നാണ് ബി.ജെ.പി സംസ്ഥാന നേതാക്കൾ പറയുന്നത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.